റാമിൻ്റെ ഓപ്പോടെ കേൾക്കുന്നുണ്ട്. 6GB റാം 64GB സ്റ്റോറേജ്. അതുപോലെ വിവോ ഒക്കെ ഒരു 3000-3500 ആ ബഡ്ജറ്റ്. ഈ ബോസ് തമ്മിൽ കിടാൻ കൊള്ളാവോ? കൊള്ളാം. വിഷമങ്ങളെ കുറിച്ച് പറയാൻ ഗൈസ് നമുക്ക് സമയമില്ല. നമുക്കിപ്പോ ഫോണുകളെ കുറിച്ച് പറയാൻ മാത്രമേ സമയമുള്ളൂ. ഗൈസ് ഐഫോണിന്റെ ഒരുപാട് പീസ് ഒരുപാട് പീസ് ഉണ്ട്. കുറച്ച് ഒന്നും തരാനില്ല ആരും. റേറ്റ് കുറച്ച് കൊടുക്കും നമ്മളെ ചാനൽ ബേസ്. റേറ്റ് കുറച്ച് തരാൻ വേണ്ടിയുള്ള പീസ് ഇന്ന് ഒരാൾ വിളിച്ചിട്ട് പറയല്ലേ, ഇന്ന് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം കുറച്ച് ദിവസമായിരുന്നു നമ്മളെ വീഡിയോ കണ്ടു തുടങ്ങിയിട്ട്. പക്ഷെ അയാൾക്കൊരു ഫോണ് നമ്മൾ വെറുതെ കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ട് അയാൾ നിൽക്കുകയാണ്. +1 പഠിക്കുന്നത് വിദ്യാർത്ഥി. അപ്പം പുള്ളിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ലോണ്, കടം, വീടുകാർക്കെല്ലാം ഭയങ്കര കടം, അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് ഇങ്ങനെ ഇതേപോലെ ഓരോ അവസ്ഥയിൽപ്പെട്ട ആൾക്കാർ നമ്മുടെ ഫോണുകൾ വെറുതെ എന്താ വെച്ചാൽ പഠിത്തത്തിൻ്റെ ആവശ്യം, അനിയന്മാരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ പഠിക്കാനായിട്ടൊക്കെ ഫോൺ ഇപ്പം വളരെ ആവശ്യമുള്ള ഘട്ടമാണ്. ഒരുപാട് അങ്ങനെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്തായാലും സഹായങ്ങൾ കിട്ടും, നമ്മളെ ചാനലിന് കിട്ടും. ഇപ്പം സനൂഫിൻ്റെ സുഹൃത്തും നമ്മളെ സുഹൃത്തുക്കളുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. ഇതെന്ത് ഐഫോൺ ഇങ്ങനെയൊക്കെ ഓടുന്ന രസമുണ്ടല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഫോണിൽ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ കൂടിയ ഫോണുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വില കുറച്ചൊക്കെ തരുന്ന കണ്ടിട്ട് കൈസ് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഇവർ എന്തോ ഭയങ്കരമായിട്ട് സ്പോൺസർഷിപ്പ് അടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ വെറുതെ കൊടുക്കാനായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചതല്ലേ. പക്ഷെ ഇതിനെയൊക്കെ നമുക്ക് അതിൻ്റെതായ ഒരു വിലകൾ കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പെർഫോമൻസിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ഓരോ നമ്മുടെ സുഹൃത്തുക്കൾ ഹോൾസെയിലായിട്ട് നമുക്ക് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. നമ്മളും ഇത് വലിയ പ്രോഫിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വില കുറഞ്ഞു പറഞ്ഞാൽ അതെല്ലാം ഇത്രയും വില കുറച്ച് തരാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലാഭം അങ്ങനെ വലിയ ലാഭമൊന്നുമല്ല കിട്ടുന്നതെന്ന്, ചെറിയ റേറ്റ് ചെറിയൊരു പ്രോഫിറ്റ് ഇട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം നിലവിലിപ്പം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കുറഞ്ഞ സെറ്റുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം കുറഞ്ഞ വിലയ്ക്കുമല്ല മിക്ക ആൾക്കാരും വിളിച്ച് വെറുതെ ഒരു നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള നമുക്ക് തന്നെ പിന്നെ തകർന്ന് തരിപ്പണായിപ്പോ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ആൾക്കാരൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ആ രീതിയിൽ നിങ്ങളെയൊക്കെ സഹായിക്കും. ഇങ്ങനെ നമ്മളിപ്പം സെറ്റും കളക്ഷനും ഇല്ലാതെ ഇങ്ങനെ സമയത്ത് വിളിച്ചിട്ട് ഇപ്പം ഒരാളെന്നല്ല 2-3 തന്നെ നമ്മളങ്ങനെ വിളിച്ചായിരുന്നു. ഒരു സഹായ അഭ്യർത്ഥന മിക്ക ആൾക്കാർ നടത്തുന്നത്. നമ്മളൊന്ന് സഹായിച്ചൂടെ, 2 ലേഡീസ് വിളിച്ചു. ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചായിരുന്നു. തീർച്ചയായിട്ടും സഹായിക്കണമെന്നൊക്കെ സത്യമായിട്ടും സഹായിക്കണം. നമ്മുടെ അടുത്ത് ഇപ്പം അവസ്ഥയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ 1 രൂപയ്ക്ക് നമ്മളെ ചാനൽ നിങ്ങൾ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയറിയാം. ഞാൻ 1 രൂപയ്ക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്, 100 രൂപയ്ക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്, 250 രൂപയ്ക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്. 4G സെറ്റിലാണ്, അതൊക്കെ 1GB കുറഞ്ഞ അതിൻ്റെതായ ഒരുപാട് ഡിഫക്റ്റുള്ള ഫോണാണ് അങ്ങനെ കൊടുക്കുന്നത്. വാങ്ങിച്ചവർക്കെല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തത് ആരും ഇത് കമൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതേപോലെ ഓഫറായിട്ട് ആരെങ്കിലും തരുന്നതാണ് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് അടിക്കുന്നത്, അല്ലാതെ നമ്മളെ കയ്യിൽ നിന്ന് ഇട്ട് നമ്മൾ അടിക്കുന്നതല്ല. ആരെങ്കിലും തരും, ഏതെങ്കിലും വാട്സപ്പ് ഷോപ്പായി നമ്മൾ അവർ വീഡിയോ ചെയ്യുമ്പോൾ 1-2 സെറ്റ് തരുള്ളൂ, ഓഫറിൽ തരും, കുറഞ്ഞ റേറ്റിട്ട് അല്ലെങ്കിൽ വെറുതെ തരും, ആർക്കെങ്കിലും വെറുതെ കൊടുക്കും. അങ്ങനെയുള്ളവർ നമ്മൾ മുമ്പ് ജസ്റ്റ് കോൾ മീ ചാലഞ്ചൊക്കെ നടത്തി ഒരുപാട് നമ്മൾ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും തരുന്നില്ല, തന്നാൽ നമ്മൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരും. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇപ്പം നമ്മളിൽ കുറച്ച് ഐഫോണൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലാന്നില്ല, എല്ലാം വില കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ അത്യാവശ്യം വാറണ്ടി ഉള്ള പീസുകളാണ് മൊത്തം. വാറണ്ടി ഉള്ളതും അതുപോലെ തന്നെ മോഡലൊക്കെ 13 പ്രോയും അതുപോലെ തന്നെ 13ഉം 11 ഇല്ല കേട്ടോ. 11 ആണ് എല്ലാവരും ചോദിക്കുന്നത്. 11 സീരീസ് കുറഞ്ഞൊന്നും ഇപ്പൊ വരുന്നില്ല സാധനം. അന്നാ ഉടനെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. പിന്നെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ച് സ്മാർട്ട് ഫോണുകൾ ഇപ്പം നമ്മുടെ അടുത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ഒരു 3000-3500 ആ ബഡ്ജറ്റൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചുള്ള കുറച്ച് സെറ്റുകൾ ഇരിപ്പുണ്ട്. 1500 രൂപയ്ക്കൊന്നും ഇല്ല കേട്ടോ. 1500 രൂപയ്ക്കൊന്നും ഇപ്പം നിലവിൽ സാധനം ഇല്ല. വരുമ്പോൾ വീഡിയോ ചെയ്യും, എന്തായാലും വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഇല്ല, ഇപ്പം നമ്മളുടെ അടുത്ത് നിലവിൽ 13ഒക്കെയാണ് ഉള്ളത്. സീരീസ് ഇതൊക്കെ ആണെങ്കിൽ ഒരു 40 അങ്ങനെയൊക്കെ വരും. 40 ചെറിയ ഡിഫക്റ്റുകളുണ്ട് കേട്ടോ, സ്ക്രാച്ച് ആ റേറ്റ് ഒക്കെയാണ് വരുന്നത്. 15 ഇരിപ്പുണ്ടല്ലോ ഇതിന്. 15 ഒക്കെ 2-3 പീസ് ഇരിപ്പുണ്ട്. 2 പീസ് 15 ഇരിപ്പുണ്ട്. വാറണ്ടി പീസാണ് വരുന്നത് സാധനം. അതുപോലെ തന്നെ സ്റ്റോറേജ് 256 128 ഒക്കെ സ്റ്റോറേജ്. 13 ഉണ്ട്, 12 ഉണ്ട്. 15 ഞാൻ കണ്ടില്ല. 15 ഇല്ലേ? 15 ഞാൻ കണ്ടില്ല. ഇതേതാണ് മോഡല്? ഇതായിരിക്കുന്നത് ഇതാ. ഇത് 30 ഉണ്ട്. ഇത് 13 പ്രോ മാക്സ് ആണ്. 13 പ്രോ, അത് 13 പ്രോ കൊള്ളാം കേട്ടോ. 13 പ്രോ പോളീസ് ആണ്. ഒരു രക്ഷയില്ല. ക്യാമറ ക്വാളിറ്റി ആണെങ്കിൽ മാസം ഒരു രക്ഷയില്ല. 128 സ്റ്റോറേജ് ഉള്ളു കേട്ടോ. ഇത് 128 സ്റ്റോറേജ്. ബാറ്ററി പിന്നെ ബാറ്ററി 86 ഉള്ളൂ. 44 ആണ് കേട്ടോ.
42-43 വരും റേറ്റ്. കൊള്ളാം, സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ 13 Pro വില എത്ര ഇത്? 13 Pro 42 കൊടുക്കാം. ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ പോട്ട് അല്ലേ. പിന്നെ സ്മാർട്ട് ഫോണുകള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ നമുക്ക് ഒരു അത്യാവശ്യം 6GB റാം ഗെയിമിങ്ങിനൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു 4 രൂപയുടെ ഒരു 6GB റാമിന്റെ ഓപ്പോടെ ഇരിപ്പുണ്ട്. 6GB റാം 64GB സ്റ്റോറേജ്. അതുപോലെ വിവോ ഒക്കെ ഒരു 3000-3500 ആ ബഡ്ജറ്റ്. ഈ ബോസ് തമ്മിൽ കൊള്ളാവോ? കൊള്ളാം. സത്യം പറഞ്ഞ ഐഫോൺ ഇനി ഏത് സമയത്ത് ഒരു 2000 ഐഫോൺ കിട്ടും. 14, 13 അപ്പോഴൊക്കെ നമ്മൾ കുഴിയിൽ പോകുമല്ലേ. ഇല്ലല്ലോ, ഉടനെ ഇനിയിപ്പോ ഇതൊക്കെ വില കുറയും. ഇതൊക്കെ നീ ഡപ്പ സാധനമാവും. നമ്മള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ബേസ് ഫോണൊക്കെ നമ്മൾ എത്ര മേടിക്കുമ്പോ 2000-1500 ബേസ് ഫോൺ പണ്ട് മേടിക്കണം നമ്മൾ. ഐഫോണിന് വേണ്ടിട്ട് ആ പാമ്പ് കെട്ട ഗെയിം കളിക്കാൻ വേണ്ടി എന്ത് അടി വെച്ച് നമ്മൾ ഇപ്പൊ പബ്ജി കളിക്കാൻ വേണ്ടി പോട്ടെ. ബേസ് മോഡൽ പാമ്പ് കെട്ടി പബ്ജി. ആ സമയത്ത് അടുത്ത സമയത്ത് ഇനി ഫോൺ ഇല്ല കാശ്. നമ്മൾ വിചാരിക്കുമ്പോ മനസ്സിൽ വിചാരിക്കുമ്പോ കോള് പോകും. അങ്ങനെ ചിപ്പൊക്കെ ഒരു തലയിൽ തന്നെ കൊറേ കഴിയുമ്പോ നമ്മള് റോബോട്ടാ. ചിന്തിക്കണേ ഇപ്പൊ എന്ത് സുഖം തന്നെ. ശരി, ഞാൻ വിളിക്കാം കേട്ടാ. കട്ടേ പാടില്ല, ഒന്നുമില്ല. ചിപ്പ് ഇവിടെ ഇങ്ങനെ നമുക്ക് ചിപ്പ് ഘടിപ്പിക്കണം ഈ ബാക്ക് സൈഡിൽ. പറഞ്ഞ അതൊക്കെ റിസർച്ച് സെന്ററിലൊക്കെ അവന്മാര് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമ്മളറിയൂല. നമുക്ക് അപ്പം എന്ത് ചെയ്യാം? ഇത്രേ ഉള്ളൂ. നമ്മൾ കാണിച്ചത് ഇതാണ് 4000. അതുപോലെ തന്നെ വിവോയുടെ 3000 വില കൂടുതൽ. എല്ലാം വില കൂടുതൽ. നമ്മള് സാധാരണ പറയല്ലോ വില കുറവ് ഗൈസ്. വില കൂടുതലുണ്ട്. ആവശ്യമുള്ളവർ വാങ്ങിച്ചോ. എല്ലാം വില കൂടുതലാണ്. ഒരു രക്ഷയില്ല. തകർപ്പ വില കൂടുതൽ. ഇന്ന് നമ്മൾ പൊളിക്കും ഗൈസ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കൂടിയ വിലയ്ക്ക് നിങ്ങൾക്കൊരു ഐഫോണോ സ്മാർട്ട് ഫോണോ വേണോ ആവശ്യമുണ്ടെങ്കിൽ പറ. നമ്മള് കുറഞ്ഞ വിലയുണ്ട്. വലിയ ആക്രി കടയാ. നമ്മൾ എത്ര ഇൻസൾട്ട് ചെയ്യണമെന്ന് അറിയാമോ ആക്രി കട നടത്തണ അല്ലേ. ഇന്നത്തെ സ്റ്റാൻഡേർഡ് സാധനമാണ്. എല്ലാ ഐഫോണും എല്ലാം വില കൂടുതലാണ്. ഒന്നും നോക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. വേറെ ഫോണുകളും നിലവിൽ ഇരിപ്പുണ്ട്. സ്മാർട്ട് ഫോണും ആ റേറ്റിന് ഇരിപ്പുണ്ട്. തീരെ കുറഞ്ഞതില്ല. വരുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും. ഐഫോണിന് വേണ്ടിയിട്ട് നമ്മളെ മാത്രം കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം. ബൈ.